ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറച്ചു പോടാ. ഉറച്ച് കല്ലാവട്ടളിയാ, ആർക്കും ഒരു ശല്യാവൂലല്ലേ. അങ്ങനെയാണെങ്കിൽ നീ പിൽക്കാലത്ത് പാറപ്പുറത്ത് ബാലുസ്വാമികൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ബാലുസ്വാമികൾ. ഊട്ടി ടൂറിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേടേ? എന്താ പൊന്നളിയാ, അതൊക്കെ ഒന്ന് കെട്ടടങ്ങി പറഞ്ഞേ ഉള്ളൂ. ഓ അടങ്ങി നീ ഒരു പരുവായല്ല. ഡേയ്, ഈ ഭാര്യമാരെന്ന് പറയണതേ ഭർത്താക്കന്മാർക്ക് എന്നും ഒരു സ്വൈരക്കേടാണ്. ആദ്യകാലം മുതലേ അങ്ങനെയല്ല അളിയാ. ആദ്യകാലോ? ആദം. ഔവ ഒരു കണക്കും ആക്കിയ അളിയാ, നിന്റെ കാര്യമാണ് സുഖം. അടുത്തില്ലല്ലേ? അടുത്തില്ലെങ്കിൽ എന്ത്? ഇപ്പൊ തന്നെ രാവിലെ 1 മണിക്കൂർ വിളിച്ച് എനിക്ക് തലപ്രാന്തെടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അവള് മുടിഞ്ഞ ഫോൺ വിളിയാടായി. ഫോൺ വിളിയാ? ഇപ്പൊ മറ്റേ നെറ്റും ചാറ്റിംഗും ഒക്കെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് പോയത്. വീട്ടിലെല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് എന്റെ മൂവ്മെന്റ്സ് അറിയാൻ വേണ്ടിട്ട്. കക്കൂസിലൂടെ കൊണ്ടുവയ്ക്കാൻ പറയുന്നത്. ഈ ഭാര്യമാരെ കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയില്ലേടേ? ഒരു വഴിയില്ലളിയാ. കാലാകാലങ്ങളായിട്ട് മനുഷ്യ അതിനെപ്പറ്റി ഗവേഷണം നടത്തുകയാണ്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കൺട്രോള് കടിഞ്ഞാണ്, അത് എപ്പോഴും നമ്മളെ കയ്യിലായിരിക്കണം. അത് അവരുടെ കയ്യിലാണ്. അതാണ് പ്രശ്നം. ഞാൻ തന്നെ പലപ്പോഴും വീഡിയോ ചാറ്റിങ്ങിന് ചെന്നിരിക്കുമ്പം എവളെ 10 പറയണമെന്ന് വിചാരിച്ചാണ് ചെല്ലണത്. ചെന്ന് ഫ്രണ്ടിൽ ഇരുന്ന് എവള് വന്ന് അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, എന്തോരം തടാ, കയ്യും കാലം ഒരു വല്ലാത്ത വിറയലും ഒരു പേടിയും എന്തോ ചോർന്നു പോകും പോലെ. തന്നെ എനിക്കും അതുപോലെ തന്നെ. ഞാനും വിചാരിച്ചു അവള് വൈകുന്നേരം വരുമ്പം 2 കൊടുക്കണമെന്ന്. അളിയാ, ഗ്യാറ്റിന്റെ അവിടെ തല കണ്ടാ മതിയടാ. നീ പറഞ്ഞ പോലെ ചോർന്നു പോടാ, ധൈര്യമൊക്കെ ചോർന്നു ഒരുമാതിരി വല്ലാത്തൊരു കിണാപ്പനായിട്ട് മാറും നമ്മള്. എന്താ അങ്ങനെ? കിണാപ്പനാവട്ടെ, പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കല്ല. ഞാനും ഉറപ്പിച്ചു വെച്ചേക്കാനോ? ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. ഞാനും ഓങ്ങി വെച്ചേക്കാനോടാ. സമയാവട്ടെ. ഇപ്പൊ സമയം എത്രയായി? 10:30. അവളിപ്പോ വീഡിയോ ചാറ്റിന് വരും, ഞാൻ പോണേ. എടാ, എന്തിനടാ ഇങ്ങനെ പെണ്ടാട്ടിയെ പഠിക്കണത്? കഷ്ടം തന്നെടാ. പോടാ. വാടാ. ബാലു. നീലു, നീ എവിടെ? ഞാൻ പുറകിലെ, ഇങ്ങോട്ട് വാ. എവിടെയാണ്? പുറകില്. എന്ത്? ഇങ്ങോട്ട് വന്നേ. ഈ തുണിയൊക്കെ നിർത്തി അങ്ങോട്ട് വിരിച്ചേക്ക്. കൈക്ക് ഭയങ്കര വേദന അലക്കി കഴിഞ്ഞപ്പോഴേ. ഞാനാ? പിന്നല്ലാണ്ട് ഞാനാ. നന്നായിട്ട് വിരിക്കണം കേട്ടോ, ചുരുട്ടിക്കുട്ടിയൊന്നും ഇടരുത്. നല്ല വൃത്തിയായിട്ട് വീതിക്ക് വിരിച്ചിടണം. പിന്നെ അതുപോലെ ആഴ ഉണ്ടോ, ആഴയിലേക്ക് മാറ്റിയിടണം. ഉച്ചയാകുമ്പോ അങ്ങോട്ടായിരിക്കും വെയില്. നോക്കിക്കൊണ്ടിരിക്കണ എന്താ? പുറത്ത് ഗാറ്റിന്റെ അവിടെ ഒരു ബൾബ് ഫ്യൂസ് ആയത് മാറ്റിടാറുണ്ട്. എന്റെ അമ്മോ, ആ ബൾബ് മര്യാദക്ക് കത്തനുണ്ട്. അത് നശിപ്പിക്കല്ലേ ഈ കൈ കൊണ്ട് വെച്ചിട്ട്. തുണി വിരിച്ചിടാൻ നോക്ക്. എന്തിനാ അവരെ വിളിക്കണേ? മകളെടാ, എന്താ മോളെ മോനെടാ, ഈ തുണിയൊന്ന് വിരിച്ചിടാ. തുണിയൊന്ന് വിരിച്ചിടാ. ഞാനകത്ത് ഡാൻസ് കമ്പോസ് ചെയ്തോണ്ടിരിക്കും. അച്ഛൻ തന്നെ എടുത്ത് വിരി. അല്ല പ്രഭുദേവ, മകളെ വാടി. എങ്ങനെ ഇതുണ്ട്? കൈയൊക്കെ മുറിഞ്ഞിരിക്കുക, എന്നെ കൊണ്ട് വെച്ചിട്ടില്ല. നീറും കൈ. ചോറുണ്ണാൻ കൈയാവോ? ഇല്ല, സ്പൂണും കൊണ്ട് വെച്ചോളാം. എടാ, ഈ തുണി ഒന്ന് വിരിച്ചിടാ. അയ്യേ, നാണില്ലല്ലോ നിങ്ങക്ക്. ഇത്രയും ചെറിയ പിള്ളേരെടുത്ത് ആ തുണി എടുത്ത് വിരിച്ചെടുക്കാൻ. മനഃപൂർവ്വം നീ എന്നെ കൊണ്ട് ജയിക്കാണ്. നിനക്ക് ആ ഫോട്ടോ ഇല്ലേ പൂർണ്ണിമേരെ, അത് നിന്നെ മനസ്സിൽ പോയിട്ടില്ല. മിണ്ടാതിരുന്നോ? വീണ്ടും എന്നെ ഓർപ്പിച്ചിട്ട് എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കണോ? അച്ഛാ, അമ്മയുടെ സ്വഭാവം മാറ്റാതെ മര്യാദക്ക് ഇതെല്ലാം എടുത്ത് വിരിച്ചേ. ഞങ്ങളോട് മര്യാദക്ക് ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇപ്പൊ വരുന്നു പോവാൻ. അതെ, ഞാൻ തന്തയോടും തള്ളയോടും ഒരു കാര്യം പറഞ്ഞേക്കാം. നേരെ ഇങ്ങനത്തെ കച്ചറത്തരം കാണിച്ചാ ഞാൻ രണ്ടിനെയും പിടിച്ച വല്ല വൃദ്ധസദനത്തിനും കൊണ്ട് തള്ളും. പറഞ്ഞേക്കാം. വാ. സന്തോഷായല്ലോ അതിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ. നിങ്ങക്ക് ഈ തുണി ഇരിക്കാൻ വയ്യേ? എന്തേ വയ്യാത്ത? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എന്നാ തുണി ഇവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ വിരിക്കത്തില്ല. ഞാൻ വിരിക്കത്തില്ല, ഇവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനും വിരിക്കൂല. കണ്ട, അതിൽ മൊത്തം മണ്ണായി. നോക്കിക്കോ, ഇത് ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. എന്റെ കൈ വരൂല ഇത് വിരിക്കാൻ വേണ്ടിട്ട്. എന്റെ കൈ വരൂലടി. പിന്നെ ഒന്നുകൂടെ തട്ടിയേക്കാം. എല്ലായിടത്തും തോറ്റു കൊടുക്കണേണ് പ്രശ്നം. ഇളം മനസ്സാണെന്ന് കരുതി കൂടുതൽ ആരും കയറി കളിക്കരുത്. പൊട്ടിത്തെറിച്ചാ പിന്നെ പിടിച്ചാ കിട്ടൂല. പക്ഷെ ബാല് പൊട്ടിത്തെറിക്കൂല. അതാണ് ബാലു. ഓറഞ്ച് ഫ്രോഗ് കണ്ടായിരുന്നോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്. വേണമെങ്കിൽ പോയി നോക്കിയെടുക്ക്. അമ്മയെ ഓഫീസിൽ പോലും പിടികൂടി തോന്നുന്നേ. പിടികൂടി. എന്തേ
പോയി. അമ്മേ വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ തന്നെ എടുത്ത് കഴിക്കടാ. എവിടെ ഇരിക്കുന്നേ? എന്റെ തലയില്. തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. ഗേറ്റിന്റെ അവിടെ ഏതോ ലൈറ്റ് കത്തലില്ല, ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാ പിന്നെ അത് പോയി ശരിയാക്കിക്കൂടെ? നീ കുട്ടികൾ ഭക്ഷണം ചോദിച്ചിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അതിന് മറുപടി അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫയല് നോട്ടാ എപ്പോൾ തീരും? പിന്നെ പറയാൻ വിട്ടുപോയി, കുറച്ച് നേരത്തെയാണ് കൺഫർമേഷൻ കിട്ടിയത്. ഇന്നലെ മാനേജർ സൂചിപ്പിച്ചിരുന്നു കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷവും വരികയാണ്. ഞാനും പോണം. പുതിയ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് അന്നാ. എന്നാണ് ഈ സിൽവർ ജൂബിലി? മറ്റന്നാള്. അപ്പൊ മറ്റന്നേ താമസിച്ചേ വരൂ. ബാലു 7 ദിവസമാണ് പ്രോഗ്രാം. കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നതും അന്ന് തന്നെയാ. പിന്നെ ഗോവയിലായോണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലാ. ഗോവയിലാ? ആ, ഗോവയിലാണ്. ഞങ്ങൾ ആരൊക്കെയാ പോണെന്നറിയാമോ? സുഷമയുണ്ട്, നീലിമയുണ്ട്, മഞ്ജു, റാണി, പിന്നെ നമ്മുടെ സുഭാഷും ഉണ്ട്. സുഭാഷ്? പക്ഷെ അന്ന് കാറിൽ കൊണ്ടുവന്ന് ആക്കിയില്ലേ രാത്രി ഇവിടെ. അപ്പൊ നീ 7 ദിവസം ഗോവയിലുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവരാ എടുത്തു തരണേ. പിന്നെ സ്റ്റാർ ഹോട്ടലാ ഞങ്ങക്ക് അക്കോമഡേഷൻ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 7 ദിവസം ഗോവയിൽ നീ പോകുന്നു വേണ്ട? പിന്നെ പോവൊന്നും വേണ്ട. കമ്പനി എല്ലാവർക്കും പ്രമോഷൻ കൊടുക്കാൻ പോവാ. അപ്പോഴാ പോകണ്ടെന്ന് പറയണേ. മിക്കവാറും ഞാനായിരിക്കും ഈ പ്രാവശ്യം ബ്രാഞ്ച് മാനേജർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം എത്ര ആയിരിക്കും അറിയാമോ? ബാലു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം എത്ര ആയിരിക്കും അറിയാമോ? എത്ര? അത് പറയണ്ട, ശരിയാവൂല. ഇത് പ്രൊമോഷനും വേണ്ട, ഗോവയിലും വേണ്ട, ഒരു മണ്ണം കെട്ടിയും വേണ്ട. നീ ഒരിടത്തും പോണ്ട. ഇവിടെ പിള്ളേരെ നോക്കാൻ ആരുമില്ല, എന്നെ കൊണ്ട് പറ്റൂല. ബാലു നോക്കിയാ മതി. വെറുതെ ഇരിക്കല്ലോ ഇവിടെ. കുട്ടികളെ നോക്ക്. നീ എന്തോന്ന് ഭാവിച്ചടി നീ പറയണേ? പിള്ളേരെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? നീ ചുമ്മാ കളിക്കല്ലേട്ടാ. പോകണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ജോലിക്ക് പോകണില്ല, എവിടെ പോകണില്ല. എല്ലാവരും ഇവിടെ പട്ടിണി കിടക്ക്. കമ്പനി പ്രൊമോഷൻ, 5 സ്റ്റാർ ഹോട്ടൽ, ഗോവ, പിന്നെ സുഭാഷ്. ഈ ടൂറിനെന്ത് നമുക്ക് ഭർത്താവ് വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? ബുൾസയല്ലേ? ഓക്കെ. ഒറ്റയ്ക്കും തിന്നല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണോ അത്? ഓ ഇല്ലേ, ഈ അമ്മയുടെ ഒരു തിരക്ക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണേ. സമാധാനത്തോടൊന്നും തിന്നാനും പറ്റുന്നില്ല. എടി, നമുക്ക് അമ്മയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തല്ലോ, ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് വല്ലതും ഉണ്ടാക്കി തരാൻ. റിക്വസ്റ്റ് കൊണ്ട് അങ്ങ് ചെന്നാ മതി. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചതാ, അതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരായിട്ടും മാറിയിട്ടില്ല. എന്താ ചോദിച്ചേ? പച്ചമുളക് എവിടെ വെച്ചെന്ന് ഞാനൊന്ന് ചോദിച്ചു. അതിനെ വെക്കിട്ട് കയറുമായിരുന്നു. എന്താ പറഞ്ഞേ? പച്ചമുളക് അരച്ച് ചുണ്ടി തേച്ച് വെച്ചു. ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നേ. പിന്നെന്താ? അല്ല, നമുക്ക് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടാലോ? മിടുക്കി. നാട് വിട്ടാൽ നമ്മൾ എങ്ങനെ ജീവിക്കും കുട്ടിക്കൊരങ്ങേ? അല്ലേലും ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ, എന്നാലും നമ്മൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതും ശരിയാ. അത് ശരിയാ. നമ്മളിപ്പം തിന്നുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. എന്റെ ബലമായ സംശയം, അടുക്കളയിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി അമ്മ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുവാണോ? അതുമാത്രമല്ല, അമ്മയ്ക്ക് അച്ഛനോട് നല്ല ദേഷ്യമുണ്ട്. അടുത്ത പൊളിച്ച ഉണ്ടാക്കി അപ്പോഴേക്കും പ്ലേറ്റ് ഒക്കെ കഴുകി വെക്കാം. മിണ്ടാതെ നിന്ന് കഴിച്ചോളണം. ഒരു ശബ്ദം പോലും കേട്ടു വരുത്. ശവക്കുന്നതിന്റെ ശബ്ദം കേൾക്കും. കുഴപ്പമുണ്ടോ? പോയി അമ്മയെ വിളിച്ചിട്ട് വാ. എന്നിട്ട് ചോദിക്കും അതും കഴിക്കണമെന്ന്. ഞാൻ ചോദിച്ചില്ല. പോ. അമ്മേ, ബ്രെഡ് മുൾസയും റെഡി. വേണമെങ്കിൽ ഒന്ന് കഴിക്കും. എനിക്കേടാ നീ പോ. വേണമെങ്കിൽ വേണ്ട, അത് ഞാൻ കഴിച്ചോളാം. വേണോ? വേണ്ടെന്ന്. വേണ്ടേ വേണ്ട, അമ്മയ്ക്ക് വേണ്ടെന്ന്. സോ ആ ബ്രെഡ് മുട്ട എനിക്ക്. എടാ, നിനക്ക് ഒന്നും കൂടി അമ്മയെ നിർബന്ധിക്കായിരുന്നു. പിന്നെ നിർബന്ധിച്ച അമ്മയ്ക്ക് പിന്നെയും വേണോന്ന് പറഞ്ഞാലോ? അല്ലേലും അടി ഉണ്ടാക്കുന്നവരൊക്കെ വിശന്നിരിക്കുന്നതാ നല്ലത്. അച്ഛന് കഴിക്കാന്നില്ലേ? അച്ഛനോട് ഫ്രീ അല്ലേ, അച്ഛൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോ. നീ അങ്ങോട്ട് എല്ലാരും കൂടെ ഉണ്ടാക്കി കഴിച്ചോണ്ടാ മതി. അറിഞ്ഞില്ലേ? എന്താ? അമ്മ പോണ് ഗോവയില്. അത് ഞങ്ങള് നേരത്തെ അറിഞ്ഞ്. അപ്പൊ എല്ലാരും അറിഞ്ഞ്. ഓഹോ, ഞാൻ മാത്രം വെറും 7-ആം കൂലി കാണിച്ചു കൊടുക്കാം. എടി, ഫുഡ് റെഡി ആക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടോ. ഞാൻ കൊണ്ടുവരാം. തന്നെ കേറ്റ്. അടുത്തതും പോയി. ഗോവൻ ട്രിപ്പ് ശരിയായി കൊടുക്കാം. ഇവിടെ ഒന്ന് വിളിച്ച ശരിയാവൂല. നീ എന്താ എന്നെ വിളിച്ചേ? ഒരു പ്രശ്നമുണ്ടടാ. അവളില്ലേ, അവള് എവള്? അവള് നീലു. അവളെ ഓഫീസിൽ നിന്ന്
ടൂർ പോകണം എന്തോന്ന് മീറ്റിംഗ് ആണ് സിൽവർ ജൂബിലി ഒക്കെ പറയണടാ ആഘോഷിക്കാൻ പോവാണ് പക്ഷെ അവൾ ആഘോഷിക്കാൻ പോവല്ല അവള് ഒഫീഷ്യൽ ടൂറിന് വേണ്ടി പോവാണ് എടാ അവള് പോട്ടെ അതിന് നിനക്കെന്ത്? എടീ ഗോവയിലാണ് പോണത്. ഗോവയിലാ? എന്തിനാ? എടാ ഗോവയിൽ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞ് പോയാലും അവിടെ ചെന്ന് ആഘോഷിച്ചു പോകും. അതാണ് ഗോവ. അത്ര മോശപ്പെട്ട സ്ഥലം ഗോവ. അതല്ല, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന് പിന്നെ പുച്ഛം തോന്നും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഒരു പ്രാവശ്യം ഗോവയിൽ പോയെന്ന് വൈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നും. അവസാനം ജീവിതം അവിടെ തന്നെ ആവും. അയ്യോ, അവിടെ മീൻ വെട്ടി വെച്ചിരിക്കുന്നു, പൂച്ച അടിച്ചോണ്ട് പോകും. പോട്ടാളിയാ ഇവിടെ ഭാര്യമാരെ അടിച്ചോണ്ട് പോകാൻ വാരത്തമാര് നിൽക്കുന്നു. എൻ്റെ മീൻ ഫയൽ നോക്കി കഴിഞ്ഞാ? ഇല്ല, ഇപ്പോഴും കഴിയില്ല. ഞാൻ സഹായിക്കണോ? ബാലൊന്നും സഹായിക്കാൻ നിൽക്കണ്ട, അങ്ങ് പോയി കിടന്നാ മതി. എന്താടേ, ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. അത് കയ്യിൽ വെച്ചേക്ക്, പുറത്തേക്ക് എടുക്കണ്ട. നീ ഗോവ പോണ്ടടി. പിന്നെ ഗോവ പോകണ്ട, ഗോവ പോയതിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഡി അത് ഒരുമാതിരി വല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണ പോണ്ട. അതെന്താ വല്ലാത്ത സ്ഥലം? ഞാൻ അതിനെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞ്. എന്താ കുഴപ്പമെന്നാടാ? നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്കൊന്നും അവിടെ പോകാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത്ര പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റൂ. ആകെ പ്രശ്നമാണ് അവിടെ. ബാലു പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമയൊക്കെ കണ്ടുള്ള ശീലമല്ലേ ഉള്ളൂ. നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞൊരു നാടിനെ ചീത്താക്കരുത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണ കേട്ടിട്ടാണോ വിശ്വസിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്നുമല്ല, നല്ല എവിഡൻസ് ആണ് കിട്ടിയിരിക്കണേ. നീ പോണ്ട. അത് നീ പോയാൽ എനിക്കൊരു മനസ്സമാനമില്ല. കാരണം അവിടെ പല മുഖങ്ങളാണ്, രണ്ട് ചേരിയുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പോയിട്ട് വരട്ടെ, സമാധാനത്തിനൊന്ന് പോയിട്ട് വന്നോട്ടെ, ഉണ്ടാതിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേൾക്കൂല? പറഞ്ഞാ കേൾക്കാഞ്ഞിട്ടല്ല, പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. നീ പോവും? പോണം, പോയേ പറ്റുള്ളൂ ബാലു. ഉറപ്പിച്ച്? ആ പോവും. എനിക്ക് കിടക്കണം. കിടന്നോ? ലൈറ്റാണ് ഇടയ്ക്കോട്ട്. ലൈറ്റ് അടയ്ക്കാനൊന്നും പറ്റും. എനിക്ക് ലൈറ്റ് ഇടണോ? എനിക്ക് ലൈറ്റ് ഇട്ട് ഉറങ്ങാൻ പറ്റില്ലെന്ന്. ഇതാ പിടിക്കത്, പോയി കിടന്നോ. ഇതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഏലക്ക, ജീരകം എല്ലാം. പിന്നെ ഇതിനകത്ത് തേയില, പഞ്ചസാര, ഹോർലിക്സ്. ഞാൻ ഈ വീട്ടിൽ ഉള്ള തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അരി എവിടെ ഇരിക്കണേ? അരി ഇതിനകത്തുണ്ട്. മറ്റേ പുഴുക്കലരിയല്ലേ? എന്താ ഞാൻ കഴിക്കുന്ന വെള്ള അരി? അത് സ്റ്റോർ റൂമിൽ ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ, തേങ്ങ പൊട്ടിച്ചിരിപ്പുണ്ട്, അത് മാത്രം എടുത്താൽ മതി. വേറെ പൊടിക്കാൻ വേണ്ട. തൈര് കണ്ടോ, തൈര് ഈ പാത്രത്തില്. മുട്ട മേടിച്ചിരിപ്പുണ്ട്, പച്ചക്കറി എല്ലാം അതിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് പാൽ ഉറവഴിച്ച് വെച്ചിട്ടുണ്ട്, അത് പുറത്ത് വെക്കണം വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ദോശമാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പത്തിന് അരച്ചത് വേറെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ഒരു ദിവസം കയറ്റണോ? ഒരാഴ്ചത്തേക്കുള്ള അരച്ചു വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി എടുത്ത് തലേ ദിവസം എടുത്ത് പുറത്ത്. മുളകൊക്കെ ഫ്രിഡ്ജിലുണ്ട്. കഴിഞ്ഞ് നീ പോണ? പോവാ. അരി എവിടെ? അളിയ ബാസി, അവിടെ പോവും. തിരിച്ചു വരില്ല എന്നാ എടാ അവള് അവിടെ യാത്ര ബ്ലോക്ക് ചെയ്യണൂടാ, തടസ്സപ്പെടുത്തണം. അതിനുള്ള വഴി പറഞ്ഞു തരാ നീ. അവിടെ ഉണ്ട്, പോയില്ല. ഓ ശരി ഓക്കേടാ, ഓക്കെ. എൻ്റെ അമ്മോ, കുരുട്ട് ബുദ്ധിക്ക് വാസിയെ പോയിട്ടേ ഉള്ളൂ. ബാലു ഇങ്ങൊന്നേ. നല്ല ചിരി. എന്നോട് ചോദിച്ചേ. സൂപ്പർ.
നീ അതിങ്ങ് എടുക്ക് അതിങ്ങ് എടുക്ക് എന്തോന്നു എടുക്കുമല്ലോ എടുക്കുന്ന പറഞ്ഞ എനിക്കറിയായിരുന്നു നിങ്ങൾ ഈ തറപ്പണി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫയൽസ് എല്ലാം നേരത്തെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. നീ ആരുടെ ചോദിച്ചിട്ടടി ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എന്റെ അടുത്ത് ചോദിച്ചാ? ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടാന്ന് കരുതി കടിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യണില്ലല്ലേ? നീ എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചാ ഗോവയിൽ പോണെന്ന്? എല്ലാം നീ അങ്ങ് തീരുമാനിച്ചോളൂ അല്ലേ? ഞാൻ പറയുന്ന ഇവിടെ ഒരു വിലയില്ല. എടി ഭാര്യമാരായിരുന്ന ഭർത്താക്കന്മാർ പറയണ പോലെ കേൾക്കണം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം, നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം. ഭർത്താവ് അതുപോലെ ആയാലേ ഭാര്യ അനുസരിക്കുള്ളൂ. ഭർത്താവ് അതുപോലെ ആവണം. അച്ഛനും അമ്മ കൂടെ വഴക്കൂടുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇതിനിടെ കയറി തല്ലു വേണ ഇനി ഞങ്ങൾക്ക് വയ്യ. കൊറേ കാലായിട്ട് കാണുമല്ലേ അമ്മ ഇത് നിർത്തിയതേ ബാഗ് ദേ കസേര ദേ സാധനം എടുക്കണേ അടിക്ക് സന്തോഷിക്കുന്നിട്ട്. എന്താ നിർത്തി കളഞ്ഞേ? ഞങ്ങളുടെ മൂട് കളയല്ലേ? എന്നാ അടി, എന്നാ അടിച്ചോ. അമ്മ അടിച്ച് പൊട്ടിക്കമ്മ. പഴയ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാരണം ഞങ്ങളുടെ ടൂർ നശിപ്പിച്ച അന്ന് ഞങ്ങൾ ആലോചിച്ചതാ. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ല. ആ സംഭവം ഞങ്ങളുടെ കുഞ്ഞു മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? അതിന് ഇവർക്ക് എവിടെ നിന്ന് അറിയാനാ? നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പക്വത ഇവർക്കില്ല. അതെ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വാടാ കേശു ബാ. ഇതിന്റെ ബാഗൊക്കെ ആയിട്ട് എവിടെ പോവാ? അങ്ങനെ ഇന്ന സ്ഥലത്തേക്കൊന്നൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും പോവാ. എങ്ങോട്ടെങ്കിലും പോവാന്നാ? ആരെങ്കിലും പിടിച്ചോണ്ട് പോടാ. ദൈവമേ, പോണ വഴിക്ക് വല്ലവരും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതെങ്ങനെ ശരിയാവണേ? അച്ഛനും അമ്മ സാധാരണ വഴക്കുണ്ടാക്കും. അപ്പൊ തന്നെ ഇറങ്ങി അങ്ങ് പോവോ? അത് ശരിയാ. വർഷത്തിൽ 365 ദിവസം കിടന്ന് വഴക്കുന്ന അമ്മയച്ഛൻ ഞാൻ പക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. ശരിയാവില്ല. എന്താണ് നിങ്ങളെ പ്രശ്നം? അത് പറ. അച്ഛനും അമ്മയും മേലെ വഴക്ക് കൂടിയേക്കരുത്. അച്ഛനും അമ്മയും മേലെ വഴക്ക് കൂടിയേക്കരുത്. അതാണ് നിങ്ങളുടെ ആഗ്രഹം. അതാണ് പ്രശ്നം. അതെ. ശരി, മേലാൽ ഇനി വഴക്കൂടാൻ വരരുത്. ഞാൻ വഴക്കിടാറില്ലല്ലോ, ബാലുവിനെ വഴക്കിടണേ. നീയല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ വഴക്കിട? നീയല്ലേ വഴക്കൂടാൻ പറഞ്ഞത്? ഇനി രക്ഷയില്ല. വഴക്കിടില്ല. നമുക്ക് സത്യം ചെയ്യാം. ഉറപ്പാ? സത്യം. 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 പ്രാവശ്യം വിശ്വസിച്ച് വാടാ. ഇനി തൽക്കാലത്തേക്ക് ഞങ്ങൾ വിടുകയാണ്. മേലെ വഴക്കൂടി കഴിഞ്ഞാ അപ്പ ഞങ്ങൾ ഉറപ്പാ. പോയിക്കോ. ഒരു ബാണ്ടും കരുതി വെച്ചോ. എങ്ങാനും വഴക്കൂടി കഴിഞ്ഞാൽ ഉപകാരപ്പെടും. എന്ത് കരുതി വെക്കാൻ? ബാണ്ടോ? മര്യാദക്ക് ഉള്ളിൽ കയറി പോടി. ആവശ്യമില്ലാതെ പോടേ. ഓ, അവനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ നമ്മളോട് ഇറങ്ങി പോയാൽ നാട് വിടാൻ വേണ്ടിയിരിക്കുന്നു. ആരും കൂടെ പ്ലാൻ ചെയ്ത് വന്നിരിക്കാണ്. നിനക്ക് ഗോവയിൽ പോവായിരുന്നു ഇവിടെ? അയ്യോ, അത് ശരിയാവില്ല. പോണം. പോയേ പറ്റൂളാ. ഞാൻ ഗോവയിൽ പോണേ. ബാലുവിന് എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എവിടെ പോയാലും ഞാനല്ലേ, പിന്നെ എന്തിനാ വിഷമം? വിഷമം അതല്ല ഞാൻ പറഞ്ഞ, നീ കേക്ക്. നീ പറഞ്ഞല്ലേ പിള്ളേരെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞല്ലോ. ഞാൻ എല്ലാം നോക്കാം. പിള്ളേർക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞല്ലോ, ഞാൻ വിളമ്പി കൊടുക്കാം. പറ. എനിക്കാരും വിളമ്പി തരും? കല്യാണം കഴിഞ്ഞു വിട്ടു നീ വിളമ്പി തന്നിട്ടല്ല ഞാൻ കഴിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ ഒറ്റയ്ക്കെടുത്ത് ഇവിടെ കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിയുന്നതിന് മുമ്പേയും എൻ്റെ അമ്മ വേണമെങ്കിൽ എടുത്ത് വെച്ച് തിന്നണമെന്ന് പറയുമവര്. നിനക്ക് നീ പോവല്ലേ കേട്ടോ. ഇനി പറ്റൂല. സത്യം പറഞ്ഞ് വേറെ പിള്ളേരെ നിൽക്കണോണ്ടാണ് ഞാൻ പറയാത്തത്. നീ എന്നെ കാണാൻ എനിക്ക് പറ്റൂല. വിഷമിക്കണ്ട. ഞാൻ പോണില്ല. കരയണ്ട. ആവശ്യമില്ലാതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇനി പോണില്ലെന്ന് പറഞ്ഞില്ലേ? പോണില്ല. ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റൂല നിന്നെ. അതാണ് ഞാൻ പറഞ്ഞു പോകണ്ട. നീ
ഇല്ല പോണില്ല, കരയണ്ട. പിന്നെ കരയണ്ട എന്താണ്? പോണില്ലാന്ന് പറഞ്ഞില്ലേ? ബാലു ഇത്ര പാവമായി പോയാ? കരയണ്ട, പോണില്ലാട്ടാ. ഇല്ല പോണില്ല, പോണില്ല, ഇല്ല പോണില്ല, പോണില്ല. എന്ത് കഷ്ടാണിത്.